ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോഡ് ഓഫ് ബ്ലെസ്സി ഫ്രം ഡെത്ത് എന്ന സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ബോം എന്ന് പറയുന്ന ഒരു പയ്യൻ്റെയും തുപ്പിൻ്റെയും DNA മാച്ച് ആവുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഇപ്പോൾ സിംഗ് അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ് കാണിക്കുമ്പോഴത്തേക്കും സിംഗ് ആണെങ്കിൽ ആ ഒരു പയ്യനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല തുപ്പിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ ഒരു അത്തിക്കുൻ അയാളുടെ സർനെയിം എന്താണോ അതേ പേര് തന്നെയാണ് ഈ ഒരു പയ്യനും ഉള്ളത്. അതും ആ പയ്യനാണെങ്കിൽ 15ാം വയസ്സിൽ അവൻ്റെ സർനെയിം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അത്തിക്കുനും ചെയ്തിട്ടുണ്ട്. സോ പോകുന്ന പോക്ക് കണ്ടിട്ട് അയാളുടെ മകനാവാനാണ് ചാൻസ് ഇവൻ. അത് മാത്രമല്ല നീയും അവനും സിബ്ലിങ്സ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും നിൻ്റെ അവൻ്റെയും DNA മാച്ച് ആയത്. നമുക്കെന്തായാലും അവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം. പക്ഷേ ഈ ഒരു അത്തിക്കുൻ അയാളെക്കുറിച്ച് എത്ര അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. അയാൾ ജീവനോടെ ഉണ്ടോ മരിച്ചോ അതെന്താണെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. തുപ്പ സമയം മെക്കിനോട് ഒന്ന് കൂടുതൽ അന്വേഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടാൽ പോരെ, ചിലപ്പോൾ കിട്ടിയാലോ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അവൻ ഓൾറെഡി അന്വേഷിച്ചതാണ്. പക്ഷേ എത്ര അന്വേഷിച്ചാലും അയാൾ മരിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു മനസ്സിൽ അയാളാണെങ്കിൽ മിക്കവാറും ചിലപ്പോൾ പേര് മാറ്റി മറ്റൊരു ഐഡൻറ്റിറ്റി തന്നെ ഇവിടെ താമസിക്കുന്നുണ്ടായിരിക്കും. മേ ബി ആ ഒരു കൊലകളെല്ലാം തന്നെ ഇയാൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും എന്ന് പറയുന്നുണ്ട്. തുപ്പ ടൈമിന് എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബോംബിനെ ഫസ്റ്റ് ക്യാച്ച് ചെയ്യാം. അവനെ ആണെങ്കിൽ ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണല്ലോ. അവനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തായാലും കോൺടാക്ട് ഉണ്ടെങ്കിൽ അയാൾ നമ്മുടെ മുന്നിൽ വരാതിരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. സിംഗിനും അതപ്പോൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുപ്പിൻ്റെ അടുത്ത് ബോംബിൻ്റെ ആ ഒരു യൂട്യൂബ് ചാനൽ നന്നായിട്ട് നീ ഒന്ന് ചെക്ക് ചെയ്യും, എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് കാണുന്നുണ്ടെങ്കിൽ പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ തുപ്പ് ചെക്ക് ചെയ്തിട്ട് എനിക്ക് അൺയൂഷ്വലായിട്ടൊന്നും തോന്നുന്നില്ല, അവൻ ഇടുന്ന വീഡിയോസ് മൊത്തം പ്രേതത്തിനെ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഓരോരോ സ്ഥലങ്ങളിൽ പോകുന്നതാണ്. ഒരു പക്ഷേ അവനാണെങ്കിൽ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ആയിരിക്കും ഇങ്ങനെ അന്വേഷിച്ച് എവിടെ വെച്ച് ഈ റിച്വൽ നടത്തി ആൾക്കാരെ കൊല്ലാമെന്ന് തീരുമാനിക്കുന്നത്. മേ ബി അങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ ആദ്യമേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അന്ന് അവനും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ആയിട്ട് ഗോസ്റ്റിനെ പിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ലൈവൊക്കെ ആയിട്ട് ആ ഒരു മരണം നടന്ന ഒരു ഷോപ്പിംഗ് മോളിൽ കയറി വന്നപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചിരുന്നൊരു പാവ ഞാൻ കണ്ടെത്തിയില്ലേ. ഒരുപക്ഷെ റിച്വലിന് വേണ്ടി അവൻ വെച്ചിരുന്നതാണെങ്കിലോ ഞാനത് കണ്ടെത്തിയതോടെ ആ ഒരു റിച്വൽ മുടങ്ങി. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിലോ വീണ്ടും സൺഡേ തൊട്ട് സാറ്റർഡേ വരെയുള്ള ജനിച്ച ഓരോരോ ആൾക്കാരെയും ഇങ്ങനെ കൊല്ലാനായിട്ട് തുടങ്ങിയതും ഒരുപക്ഷെ ഞാൻ കാരണമായിരിക്കും ആ ഒരു റിച്വൽ മുടങ്ങിയത്. അങ്ങനെ അവനായിട്ട് തന്നെ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തതാവാനും ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തുപ്പ് പറയുന്ന കാര്യങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടല്ലോ എന്നും സിംഗിന് തോന്നുന്നുണ്ട്. അടുത്ത പിന്നീട് ഈ ബോമിനെ തന്നെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ബോം അവനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ ഫ്രണ്ടിനെ കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബോമാണെങ്കിൽ അവൻ്റെ ആ ഒരു ഫ്രണ്ടിൻ്റെ ഡെഡ് ബോഡിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. വീണ്ടും ആ ഒരു റിച്വലിൽ എങ്ങനെയൊക്കെയാണ് ഓരോ ഡെഡ് ബോഡി ഉള്ള സ്ഥലത്തു നിന്നും ഓരോ പാവകൾ കിട്ടുന്നത് അതേപോലെ ഒരു പാവ അവൻ എടുക്കുന്നുണ്ട്. എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. അതാണെങ്കിൽ ആ ഒരു പയ്യൻ്റെ ദേഹത്തേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് മറ്റ് ബോഡീസിൽ ചെയ്ത പോലെ തന്നെ ആ കണ്ണും വായും എല്ലാം തന്നെ ഇവനിങ്ങനെ തുന്നി കെട്ടാനായി തുടങ്ങുന്നുണ്ട്. അതിങ്ങനെ കെട്ടുന്ന ടൈമിന് അത് കണ്ടുകൊണ്ട് മറ്റ് 2 ആത്മാക്കൾ അവിടെ നിൽക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. വീണ്ടും അടുത്ത് സിംഗിനെയും തുപ്പിനെയും കാണിക്കുമ്പോൾ സിംഗ് പറയുന്നുണ്ട് നീ ഒരു റിച്വൽ മുടക്കിയതുകൊണ്ടാണ് വീണ്ടും അവൻ ഒന്നേന്ന് ആൾക്കാരെ കൊല്ലാനായി തുടങ്ങിയത്. അതുകൊണ്ടാണ് നമുക്ക് ഇവരുമായിട്ട് ഇത്രയും ക്ലോസ് ആയി ഈ കേസിൽ ഇതുവരെ എത്താൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. തുപ്പ സമയം എന്നാൽ എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ സിംഗ് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് നീ വെറുതെ അത്തിക്കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുകയെന്ന് വേണ്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ തുപ്പ് പക്ഷേ ഞാൻ ആലോചിച്ച് നോക്ക്, ഒരു കൊലപാതകയുടെ മകനാണ് ഞാൻ. എന്നെ ഒരു ഇൻസ്പെക്ടറായിട്ടുള്ള നീ സ്നേഹിക്കുന്നൊന്നുമല്ല, ആരെങ്കിലും അറിഞ്ഞു കഴിയുക നിനക്ക് എന്തൊക്കെ കേൾക്കേണ്ടിരുന്നു, എൻ്റെ ജോലിക്ക് തന്നെ പ്രശ്നമാകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ സിംഗ് പറയാനുള്ളവർ പറയട്ടെ, ഞാൻ ഒന്ന് മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. തുപ്പ് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാനേ വരുമ്പോൾ സിംഗ് അവനെ കിസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. തുപ്പ അപ്പോൾ എങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിംഗിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജ് അനുസരിച്ച് ഇവനും തുപ്പും കൂടെ ആയിട്ട് നേരെ മറ്റ് പോലീസുകാർ അതായത് കിങ്ങും മെക്കും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവരിപ്പോൾ ബോം താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ അവിടെയുള്ളൊരു ഏരിയയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് സിംഗും തുപ്പും വരുമ്പോഴത്തേക്കും ഉടനെ തന്നെ കിങ് ചോദിക്കുന്നുണ്ട്, അല്ല പെട്ടെന്ന് എന്തിനാണ് ബോമിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടത്, അവനിപ്പോൾ എന്താണ് ഇതിൽ റോളെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് സിംഗ് പറയുന്നുണ്ട് അത്തിക്കുന്നും തുപ്പും തമ്മിൽ കണക്ഷൻ ഉള്ളതുപോലെ തോന്നി. അതുകൊണ്ട് തന്നെ തുപ്പിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആരെങ്കിലുമായിട്ട് മാച്ച് ആവുമോ നോക്കിയപ്പോഴത്തേക്കും തുപ്പിൻ്റെ ബോമിൻ്റെ DNA മാച്ചായി എന്ന് പറയുന്നുണ്ട്. കിങ് അപ്പോൾ എന്താ സംഭവിച്ചത്, നിങ്ങൾ സിസാക്കിറ്റിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഞാൻ അറിയാതായിട്ട് വേറെ എന്തെങ്കിലും അറിഞ്ഞോ, എന്താണ് സംഭവം എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സിംഗാണ് ഇനി പേടിക്കണ്ട എല്ലാം തുറന്നു പറയാനായിട്ട് തുപ്പിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ തുപ്പ് പറയുന്നുണ്ട് അത് പിന്നെ ആ കില്ലറായിട്ടുള്ള അത്തിക്കുൻ അത് ആക്ച്വലി എൻ്റെ അച്ഛനാണ്. പിന്നെ നോക്കിയപ്പോൾ എൻ്റെയും ബോമിൻ്റെയും DNA മാച്ച് ആവുന്നുണ്ടായിരുന്നു. സോ ഞാനും അവനും സിബ്ലിങ്സ് ആണെന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബാക്കി എല്ലാവരും ഷോക്കാവുന്നുണ്ട്. അപ്പോൾ തന്നെയാണ് ഇവർക്കാണെങ്കിൽ ബോംബിൻ്റെ റൂമിലേക്ക് കയറാനുള്ള സ്പെയർ കീ കിട്ടി എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. അങ്ങനെ ഇവർ നേരെ തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവർ ഇത്രയും നേരം ആ ഒരു കീ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവർ നേരെ അവൻ്റെ റൂം തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറേ റിച്വലൊക്കെ ചെയ്തതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും തുപ്പ് പറയുന്നുണ്ട് ഇത് മേസുവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിച്വലാണ്. ഇത് ആക്ച്വലി കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള റിച്വലാണ്. എന്നാൽ പലരും അതിനെ മിസ്യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോഴും ബോമാണെങ്കിൽ അതിനെ മിസ്യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇങ്ങനെ അന്വേഷിക്കുന്ന ടൈമിന് റൂമിൽ നിന്ന് മെക്കിന് ഒരു കലണ്ടർ കിട്ടുന്നുണ്ട്. ആ കലണ്ടറിൽ ഈ ഒരു ബോമിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സോങ്ങിൻ്റെ പേര് സൺഡേ എന്നുള്ള ആ ഒരു ഡേയിൽ എഴുതി വെച്ചിട്ടുണ്ട്.
ഇതേ സോങ്ങിനെ തന്നെയാണ് നേരത്തെ ബോംബ് കൊന്നിട്ട് കണ്ണും വായെല്ലാം ഇങ്ങനെ തുന്നിക്കെട്ടുന്നതായിട്ട് നമ്മളെ കാണിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ സോങ്ങിൻ്റെ പേര് അവിടെ എഴുതി വെച്ചേക്കുന്ന കാണുമ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വീണ്ടും ആ റിച്വൽ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സൺഡേ ജനിച്ച സോങ്ങിനെ അവൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ നേരം കൊണ്ട് എങ്ങനെയും സോങ്ങിനെ കോൺടാക്ട് ചെയ്ത് അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഈ നേരം കൊണ്ട് തന്നെ ബോംബ് സോങ്ങിനെ ഓൾറെഡി ക്യാപ്ചർ ചെയ്ത് കാണും. അതുകൊണ്ട് നമുക്ക് മൺഡേ ജനിച്ച ആളായിട്ട് അവൻ ആരെയാണോ കൊല്ലാൻ പോകുന്നത് നമുക്ക് അയാളെ രക്ഷിക്കാനുള്ള വഴി നോക്കാം. അത് ആരായിരിക്കും നമുക്ക് അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. സമയം തുപ്പ് നോക്കുമ്പോൾ ബെഡിൽ ഒരു പ്രൈസ് ഇരിക്കുന്നത് കാണുന്നുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്കും ബോംബിനും അവൻ്റെ ഫ്രണ്ട്സിനും ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് കിട്ടിയതായിരുന്നു. ഇതിലെല്ലാത്തിലും ഇവരെല്ലാവരും പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേര് വായിക്കുമ്പോൾ ആ ഒരു പേരിൻ്റെ ഇത് വെച്ചിട്ട് ഏത് ദിവസം ഏതാൾ ജനിച്ചത് എന്നൊരു ഊഹം ഇപ്പോൾ തുപ്പിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തുപ്പ് പറയുന്നുണ്ട് ദേ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഈ പയ്യൻ അവനാണെങ്കിൽ മൺഡേ ആണ് ജനിച്ചിരിക്കുന്നത്, സോ അവനായിരിക്കും അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു പയ്യൻ മറ്റാരുമല്ല ഇവരെ കൂട്ടത്തിൽ ഏറ്റവും ആക്റ്റീവായിട്ട് അന്ന് ആ പ്രേതത്തിനെ പിടിക്കണം, പ്രേതത്തിനെ വിളിച്ചു വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ആ ഒരു പ്രേതം ഫസ്റ്റ് തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഒരുമാതിരി വയ്യാതെ ഒരുമാതിരി രീതിയിൽ പെരുമാറിയ ജമ്പെന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ തന്നെയാണ്. അപ്പോൾ അടുത്ത് ആ ഒരു പയ്യനായിരിക്കും അവൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും എത്തുന്നുണ്ട്. അടുത്ത് വീണ്ടും ബോംബിനെ കാണിക്കുകയാണെങ്കിൽ അവരെ ഗ്രൂപ്പിൽ ഒരൊറ്റ പെൺകുട്ടി മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു പെൺകുച്ചിനെയും കൊണ്ട് അടുത്ത് പ്രേതത്തിനെ പിടിക്കാം ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടോ അവളെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇവരെ വേറെ ഒരു ഫ്രണ്ട്സും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ഇത് ആരും വന്നില്ലല്ലോ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഓൾറെഡി ഇവിടെ എത്തിയില്ലേ, ഇവിടെയൊക്കെ പ്രേതം ഉണ്ടെന്നാണ് തോന്നുന്നത്, നല്ല സ്ഥലം നമുക്ക് അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവൾ പേടിച്ച് പോകാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് അകത്തൊരു റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ബോംബ് അവളെ വിളിച്ചുകൊണ്ട് ആ ഒരു റൂമിൻ്റെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പതുക്കെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർ ഫ്രണ്ടായിട്ടുള്ള ജമ്പ് അതിനകത്ത് ഇങ്ങനെ ബോധം ഇല്ലാതിരിക്കുമായിരുന്നു. ഇത് കാണുമ്പോൾ ഈ പെൺകുട്ടി ഷോക്കാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബോംബ് ഈ ഒരു പെൺകുട്ടീനെ ബോധം കെടുത്തിയിടാണ്. ജമ്പിനെയും ബോധം കെടുത്തി അവിടെ കൊണ്ട് വച്ചത് ഇവൻ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു പെൺകുട്ടീനെയും ബോധം കെടുത്തി കഴിയുമ്പോൾ അവ സ്വയം പറയുന്നുണ്ട് റിച്വലിന് വേണ്ടിയിട്ട് മൺഡേ ജനിച്ച ആളെയും കിട്ടി, ട്യൂസ്ഡേ ജനിച്ച ആളെയും കിട്ടിയെന്ന്. അതിനുശേഷം കാണിക്കുന്നത് ഫോറൻസിക് ലാബിൽ നിൽക്കുന്ന ടൈമിന് സേയാണെങ്കിൽ ഡറിനോട് ഒന്നും സംസാരിക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഡറിൻ വന്നിട്ട് എന്ത് പറ്റി, നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ, ഞാനാണെങ്കിൽ ആ ഒരു റിച്വൽ സംഭവങ്ങൾ അതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പോയില്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഐ എം സോറി, നീ എന്തെങ്കിലും ഒഴിവാക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ സേയാണെങ്കിൽ എനിക്കാണെങ്കിൽ നിന്നെ ഒഴിവാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ ആ വക കാര്യങ്ങൾ അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ വിശ്വാസമില്ല, പിന്നെ ചെയ്യുമ്പോഴത്തേക്കും നിനക്കും എന്തെങ്കിലും പറ്റിപ്പോയാലും എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഡറിൻ പറയാണ് ഞാനത് ചെയ്യാൻ തന്നെ കാരണം എന്നോട് ആ ഒരു സ്വാമി പറഞ്ഞത് ഞാനാണെങ്കിൽ ഇപ്പം തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്നെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ ഏതെങ്കിലും അൺലക്ക് കാരണം നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോകുന്ന എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ തന്നെ പോയെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെയ്യാണെങ്കിലോ സോറി എനിക്കത് അറിയത്തില്ലായിരുന്നു, പക്ഷേ നീയാണെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് വേണം പോകാൻ, ഇങ്ങനെ പറയാതെ ഒന്നും ചെയ്യാൻ പോകരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സേ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സംഭവം എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഡറിനാണെങ്കിൽ സേക്ക് നിന്നെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത് യൂസ്ഫുൾ ആവും വച്ചേക്കണം എന്നിങ്ങനെ പറഞ്ഞ് കൊടുത്ത ഒന്നായിരുന്നു. അത് പക്ഷേ സേ ഇങ്ങനെ അതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുമെന്ന് ഡറിനൊട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. സേ അതിപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കാണുമ്പോൾ ഡറിന് സന്തോഷമാവുന്നുണ്ട്. നീ അത് വച്ചിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ സേ ആണെങ്കിൽ നീ തന്നെ അല്ലേ ഞാൻ വച്ചിരിക്കുമെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ അവർ വർക്ക് പ്ലേസിലാണെന്നൊന്നും തന്നെ അവർ നോക്കുന്നില്ല. അവർ ചെറുതായിട്ട് കിസ് ചെയ്ത് ഇൻറ്റിമേറ്റ് ഒക്കെ ആവുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഡറിൻ പറയുന്നുണ്ട് നമ്മുടെ കയ്യിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന സംഭവങ്ങൾ അതൊന്നും വെച്ചിട്ട് ഇൻറ്റിമേറ്റ് ആയിക്കൂടാന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ച് മാറ്റി വെച്ചിട്ട് അവർ ഇൻറ്റിമേറ്റ് ആവാൻ കണ്ടിന്യൂ ആവുന്നുണ്ട്. അതിനുശേഷം കിങ്ങിനെയും സിങ്ങിനെയൊക്കെ കാണിക്കുമ്പോൾ ഇപ്പോൾ കിങ്ങിൻ്റെ അച്ഛൻ സിങ്ങിനെ ആ ഒരു കേസിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ട് തന്നെ ഒഫീഷ്യലി അവൻ ആ കേസിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ ആ ഒരു കേസിൽ വർക്ക് ചെയ്യുകയും വേണം. അതുകൊണ്ട് തന്നെ കിങ് മുമ്പ് വാങ്ങിച്ചിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് റൂമിലേക്ക് സിങ്ങിനെയും പിന്നെ തുപ്പിനെയും പിന്നെ മെക്കിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിന്നോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി അവരെല്ലാവരും ഒരുമിച്ച് അവിടെ അങ്ങ് സ്റ്റേ ചെയ്യാനായി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ കേസ് ഏതുവരെ എത്തി, ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകാന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഒരു ബോംബ് എന്ന് പറഞ്ഞ പയ്യൻ്റെ മറ്റ് ഫ്രണ്ട്സ്, അതായത് ഒരു പയ്യൻ സോങ് അവൻ ഓൾറെഡി ബോംബാണെങ്കിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, കൊന്നിട്ടുണ്ടായിരിക്കും എന്നൊരു തീരുമാനത്തിൽ ഇവർ എത്തിയതുകൊണ്ട് തന്നെ സോങ്ങിനെ പറ്റി ഇവർ അന്വേഷിച്ചില്ല. പിന്നെ ബാക്കി അവരുടെ ഗ്രൂപ്പിലുള്ള ജമ്പെന്ന് പറഞ്ഞ ആ ഒരു പയ്യനും പിന്നെ അവരുടെ ഗ്യാങ്ങിലെ ഒരേ ഒരു പെൺകുട്ടിയായിട്ടുള്ള ഡിയർ എന്ന് പറഞ്ഞ ഒരു പെൺകൊച്ചും അവരെ രണ്ടുപേരും ഇപ്പം അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അന്വേഷിച്ചിട്ട് യാതൊരു വിവരവും കിട്ടുന്നില്ല. അപ്പം മെക്കപ്പ് പറയുന്നുണ്ട് അവർ എൻ്റെ ഗ്യാങ് തന്നെ ഇപ്പോൾ കാണാതായ സിറ്റുവേഷനിലാണ്, ആരെവിടെയാണെന്നതും ഒരു ഐഡിയ ഇല്ല എന്ന് പറയുന്നുണ്ട്. എല്ലാം കേട്ടിട്ട് സിങ് നേരെ തുപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. തുപ്പിന് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്തു കൊടുത്തിട്ട് നിനക്ക് വിശക്കുന്നുണ്ടോ, ഫുഡ് എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തുപ്പ വേണ്ട, ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ കഴിക്കാനുള്ളൊരു സിറ്റുവേഷനിലല്ല ഞാൻ ഉള്ളതെന്നൊക്കെ പറയാണ്. പക്ഷേ സിങ് എന്നാലും നീ ഇങ്ങനെ ടയേർഡായിട്ടിരിക്കേണ്ട എന്നോട് വാന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ കിങ് അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അടുത്ത് വീണ്ടും സേയിനെയും ഡറിനെയും കാണിക്കുകയാണെങ്കിൽ അവരിപ്പോൾ ഇൻറ്റിമേറ്റൊക്കെ കഴിഞ്ഞിട്ട് അവരാണെങ്കിൽ അവർ വർക്കൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന ടൈമിന് വീണ്ടും ചെറുതായിട്ട് ഇങ്ങനെ സേയാണെങ്കിൽ ഡറിൻ്റെ അടുത്ത് ഒന്ന് ഫ്ലേർട്ട് ചെയ്യാനൊക്കെ തുടങ്ങുന്ന ടൈമിന് മറ്റൊരു
സ്റ്റാഫാണെങ്കിൽ ഒരു ഫയൽ സൈൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സ്റ്റാഫ് പോയി കഴിയുമ്പോൾ രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട്, നമുക്ക് പോയി ഒന്ന് സിങ്ങിനെ കാണണ്ടേ, കേസിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് സംസാരിക്കേണ്ടതെന്ന്. ആ ടൈമിന് തന്നെ ഡറിനും ഒരു ഇതുണ്ട്, കാരണം സിങ്ങിനെ ഇപ്പോൾ കേസിൽ നിന്ന് പുറത്തേക്കല്ലോ. സോ അവൻ്റെ അടുത്ത് പോയിട്ട് ഇൻഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ കിങ്ങിൻ്റെ അച്ഛൻ അറിഞ്ഞിട്ട് എല്ലാവർക്കും പണിയാവത്തില്ലേന്ന്. ആ ടൈമിന് പണി പോകണമെങ്കിൽ പോട്ടെ, പക്ഷെ നമ്മൾ ചെയ്യുന്ന കറക്റ്റായിട്ടുള്ളൊരു കാര്യമില്ല, നമുക്ക് കേസ് തെളിയിക്കണ്ടേന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും അടുത്ത് സിങ്ങിനെയും തുപ്പിനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ബാക്കി 3 പേരും സോഫയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇപ്പോഴും ഉറങ്ങാതിരിക്കുകയാണ്. അപ്പോൾ സിങ്ങാണെങ്കിൽ തലവേദനയ്ക്കുള്ള ഗുളിയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിനൊക്കെ വയ്യെന്നൊക്കെ തുപ്പത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്. സിങ് അപ്പോൾ കുഴപ്പമില്ല, ജസ്റ്റ് എന്താ തലവേദന എടുക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറയാണ്. തുപ്പ് നോക്കുമ്പോൾ സിങ്ങിനാണെങ്കിൽ ചെറുതായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിന് നിനക്കാണെങ്കിൽ പ്രായം കൂടി വരെയല്ലേ, കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കണം, ഇല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം എനിക്കെങ്ങാനും പ്രായം കൂടി കഴിഞ്ഞാൽ നീ പിന്നെ എന്നെ സ്നേഹിക്കത്തില്ലേ എന്ന് തിരിച്ച് സിങ് ചോദിക്കുന്നുണ്ട്. തുപ്പ അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ തന്നെ എപ്പോഴും സ്നേഹിക്കും എന്ന് പറയുന്നുണ്ട്. സിങ് അപ്പോൾ അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ റൊമാൻറ്റിക് ആവാനൊക്കെ തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ ടൈമിലാണ് ഡോറിലൊരു നോക്ക് കേൾക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും ഉറങ്ങിക്കിടന്ന മെക്കും കിങ്ങും എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അത് സേയും ഡറിനുമായിരുന്നു. അവരെല്ലാവരും അകത്തേക്ക് കയറിയിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ ടൈമിന് സേയാണെങ്കിൽ ഇതുപോലെ ശാന്തിധാം ഹൗസിൽ വെച്ചിട്ട് ഒരു കോൾഡ് റൂം കണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് സംശയങ്ങൾ തോന്നുന്നതെന്ന് അവൻ്റെ അടുത്ത് കിങ് ചോദിക്കുമ്പോൾ സേ പറയുന്നുണ്ട്, മേ ബി പിടിച്ചുകൊണ്ടിരുന്ന വിക്ടിംസിനെ അതിൻ്റെ അകത്ത് വെച്ചേക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല ആ കോൾഡ് റൂമിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 5 ഡിഗ്രിയുടെ താഴെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിടിച്ചുകൊണ്ടിരുന്ന വിക്ടിം അതിൻ്റെ അകത്ത് കിടന്ന് നാച്ചുറലി മരിച്ചോളും. അങ്ങനെയായിരിക്കും ഒരു പക്ഷേ ആ ഒരു കില്ലർ വിക്ടിംസിനെ കൊല്ലുന്നെങ്കിൽ ചിലപ്പോൾ ആ കോൾഡ് റൂമിൻ്റെ അകത്ത് ഇപ്പോഴും ഏതെങ്കിലും ബോഡീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എങ്കിൽ അങ്ങോട്ടേക്ക് പോയി ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും. അതിൻ്റെ ആരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ തന്നെ രക്ഷിക്കാനും പറ്റിയെന്ന് വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ മെക്കിന് ബോം എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജെമ്പിൻ്റെ വണ്ടിയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കിട്ടുന്നുണ്ട്. അതപ്പോൾ അവൻ എല്ലാവരുടെ പറയുന്നുണ്ട്. ഒന്നേ തന്നെ സിങ് ആണെങ്കിൽ മറ്റ് പോലീസുകാരെ അങ്ങോട്ടേക്ക് അയക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ കിങ് ആണെങ്കിൽ നീ ഒരു കാര്യം മറന്നു, നമ്മളിപ്പോൾ ആ കേസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്, നമുക്കങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. സിങ് അപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ടേക്ക് നേരിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. കിങ് അപ്പോൾ എങ്കിൽ പിന്നെ ഞാനാണെങ്കിൽ ശാന്തിധാം ഹൗസിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ മെക്കും പിന്നെ തുപ്പും സിങ്ങും കൂടെ ആയിട്ട് നേരെ ആ ഒരു പയ്യൻ്റെ വണ്ടി എവിടെയാണുള്ളത് ആ ഒരു ലൊക്കേഷനിലോട്ട് പോകുന്നുണ്ട്. അതൊരു കാടൊക്കെ നിറഞ്ഞൊരു ഏരിയ ആയിരുന്നു. അവരവിടെ ചെല്ലുമ്പോൾ ആ ഒരു പയ്യൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. വണ്ടിക്കകത്ത് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരവിടെ നിന്നിട്ട് ഇനി എങ്ങോട്ടാണ് നോക്കിയതെന്നൊക്കെ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അവിടെ സൈഡിലൊരു ബിൽഡിംഗ് ഉണ്ട്. സോ അങ്ങോട്ടേക്ക് പോയാലോന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. തുപ്പ് സിങ്ങിനോട് പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, സ്പ്ലിറ്റായിട്ട് ഓരോരോ വഴിക്ക് പോയിട്ട് അന്വേഷിക്കാം, ഇവിടെയുള്ള ഒരു ബിൽഡിങ്ങിൽ നമുക്ക് കയറി നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് അത് വേണ്ട, ഇങ്ങനെ സെപ്പറേറ്റ് പോയി കഴിഞ്ഞാൽ റിസ്ക് ആണെന്ന് പറയുമ്പോൾ തുപ്പാണെങ്കിൽ നമുക്ക് ടൈമില്ലല്ലോ, എങ്ങനെയെങ്കിലും ആളെ കണ്ടുപിടിക്കണ്ടേ, സോ വേറെ വഴിക്ക് പോയാലേ എളുപ്പത്തിന് ആളെ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം കിങ്ങിനെ കാണിക്കുമ്പോൾ കിങ് ഇപ്പോൾ ഒരു വാറൻറ്റും കൊണ്ട് അവൻ്റെ അച്ഛനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു ശാന്തിധാം ഹൗസ് സെർച്ച് ചെയ്യണം എന്നൊരു അനുവാദത്തിന് വേണ്ടിയിട്ട് സൈൻ വാങ്ങാനായിട്ട്. എന്നാൽ അവൻ്റെ അച്ഛനാണെങ്കിൽ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഈ കേസ് ക്ലോസ് ആക്കുകയാണ്, നിന്നേക്ക് ഈ കേസിൽ നിന്ന് പുറത്താക്കിയത്, പിന്നെ എന്തിനാണ് വീണ്ടും ഇത് അന്വേഷിക്കാൻ നടക്കുന്നത്, നിന്നെ ഞാൻ വീണ്ടും അടുത്ത് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷനിലോട്ട് ട്രാൻസ്ഫർ ആക്കിയതുള്ളൂ, നിനക്ക് അങ്ങോട്ട് പോയാൽ പോരെ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ കിങ് ആണെങ്കിൽ അച്ഛൻ നമ്മളാണെങ്കിൽ ആ ഒരു കൊലപാതകയുടെ അടുത്ത് എത്തി നിൽക്കുകയാണ്, ആ ഒരു കൊലയാളിനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല എന്ന് പറയുന്നുണ്ട്. അവൻ്റെ അച്ഛൻ പക്ഷേ സമ്മതിച്ച് കൊടുക്കുന്നതേ ഇല്ല, മര്യാദയ്ക്ക് നിർത്തിയിട്ട് പൊക്കോളാൻ പറയുമ്പോൾ അവനാണെങ്കിൽ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാനും ഇനിയിപ്പോൾ ഈ കേസ് വിടാനായിട്ട് പോകുന്നില്ല, ആ ഒരു കൊലപാതകനെ ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിരിക്കും. അച്ഛൻ എന്നെ തടയാൻ നോക്കിയാൽ അച്ഛൻ മറച്ചു വെച്ചേക്കുന്ന പല കാര്യങ്ങളും ഞാൻ മീഡിയയിലോട്ട് തുറന്ന് പറയും, എനിക്കതിന് യാതൊരു മടിയും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ അയാൾ ഞാൻ എൻ്റെ അച്ഛനാണ്, നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ അവൻ വേറെ ഏത് പോലീസുകാരനെ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളാണെങ്കിൽ എല്ലാ ഫോഴ്സിനെയും കൊണ്ട് നേരെ ശാന്തിധാം ഹൗസ് സെർച്ച് ചെയ്യാനായിട്ട് പോകുക, വാറന്റും കൊണ്ടെങ്കിൽ വന്നോളാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ തിരിഞ്ഞ് നടക്കാനേ തുടങ്ങുന്നുണ്ട്. അവൻ്റെ അച്ഛൻ നിൽക്കട അവിടെ നിന്ന് പോകരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. വീണ്ടും അടുത്ത് സിങ്ങിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ സിങ്ങും തുപ്പും മെക്കും ഒക്കെ സ്പ്ലിറ്റായിട്ട് വേറെ വഴിക്ക് അന്വേഷിക്കുകയാണ്. അങ്ങനെ സിങ് ഇപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. അപ്പോൾ ഇവർ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു മൈക്രോഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി അവൻ തുപ്പിനോടും മെക്കിനോടും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരെ റെസ്പോൺസ് കിട്ടുന്നില്ല. സിങ് വീണ്ടും അവിടെ അന്വേഷിക്കാനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതേ ടൈമിന് അവനാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്തുള്ള ബാക്ക് സൈഡാണെന്ന് അറിയത്തില്ല ഒരു ഏരിയയിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്കും അവൻ്റെ മരിച്ചുപോയ അനിയത്തിയുടെ കാര്യം നമ്മളൊരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നതായിട്ട് ഇവന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മേ ബി ഇതിൻ്റെ ഇമാജിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രേതങ്ങൾ ചെയ്യുന്ന പരിപാടിയായിരിക്കാം. എന്തായാലും അവൻ്റെ അനിയത്തി അവിടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും അവനൊന്നും ചിന്തിക്കാതെ അവൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ അവിടെ എന്തോ മൃഗത്തിൻ്റെ എന്തോ ജീവിയുടെ ആണെന്ന് തോന്നുന്നു. അതിങ്ങനെ ചത്തിട്ട് അതിൻ്റെ എല്ല് മാത്രം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അതിലൊരു എല്ലാണെങ്കിൽ വലിയൊരു കഷ്ണം അവൻ്റെ കാലിലേക്ക് ഇങ്ങനെ കുത്തി കയറാണ്. സ്വയം കുത്തി കയറിയതല്ല, അവിടെ ആക്ച്വലി മറ്റൊരു കുഞ്ഞു പെൺകുട്ടിയുടെ പ്രേതം ഇരിപ്പുണ്ടായിരുന്നു. അതാണ് അവൻ്റെ കാലിലേക്ക് കുത്തി കയറ്റിയത്. അവന് പക്ഷേ ആ ഒരു പ്രേതത്തിനെ കാണാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ അതിനങ്ങ് വലിച്ചിളക്കാനും നോക്കുന്നുണ്ട്. ഇളക്കി കഴിയുമ്പോൾ അവന് വല്ലാണ്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അവൻ നിർത്തുന്നില്ല. അവനാണെങ്കിൽ അവൻ്റെ അനിയത്തിയുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോകാനേ തുടങ്ങുന്നുണ്ട്. അതുമാത്രമല്ല അവനവൻ്റെ അനിയത്തിൻ്റെ പുറകെ പോകുന്ന ആ ഒരു ടൈമിന് വേറെ എവിടെയോ ആരോ ഒരാളിരുന്ന് എന്തൊക്കെയോ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ, അതായത് ആ ഒരു 7 പേരെ കൊല്ലുന്ന റിച്വലിൽ നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത് അതേപോലെ തന്നെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ആരോ എവിടെ ചെയ്യുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മുഖമൊന്നും കാണിക്കുന്നതേ ഇല്ല.
അടുത്ത് സെഹീനയും ഡറിനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ ശാന്തി താമിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെയുള്ള ഒരു കോൾഡ് റൂം എങ്ങനെയും ചെക്ക് ചെയ്യാനായിട്ട്. സോ അവിടുത്തെ കീ എങ്ങനെ ഒന്ന് നേടിയെടുക്കും എന്നുള്ള സംസാരത്തിൽ അവരിങ്ങനെ സംസാരിച്ച് വരുന്ന ടൈമിനാണ് അവിടുത്തെ ഇപ്പോഴത്തെ സന്യാസിയായിട്ടിരിക്കുന്ന ഐസൂൺ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വയ്യാണ്ട് ശ്വാസം കിട്ടാതെ അകത്ത് റൂമിൽ കിടന്ന് പിടയ്ക്കുന്നത് അയാളുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾ കാണുന്നത്. അയാൾ ആരെങ്കിലും ഒന്ന് ആംബുലൻസ് വിളിക്കുക, ആരെങ്കിലും ഒന്ന് വരാനൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും കൂടുന്നുണ്ട്. ആ ടൈമിൽ സെയ്യും പറഞ്ഞു ഞങ്ങൾ ഡോക്ടേഴ്സാണ്, ഞങ്ങൾ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഐസൂണിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ ചുമക്കുന്നുണ്ട്, ചോര ഛർദ്ദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് ശ്വാസം കിട്ടുന്നതില്ല. അതുകൊണ്ട് തന്നെ അസിസ്റ്റൻ്റ് അടുത്ത് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. ഇയാളങ്ങനെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇയാളുടെ ഡ്രസ്സിൻ്റെ പോക്കറ്റിൽ ഇവർക്ക് വേണ്ട എല്ലാ താക്കോലും ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് തന്നെ അവസരം ഒന്ന് എഴുതിയിട്ട് ഇവരെ താക്കോൽ അപ്പം തന്നെ എടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഫസ്റ്റ് പെട്ടെന്ന് ഇയാളാണെങ്കിൽ ആ ഒരു വയ്യാത്തതിൻ്റെ വേദനയിൽ എടുക്കാൻ പോകുന്നതും പെട്ടെന്ന് തന്നെ ഡറിൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. ഡറിനൊക്കെ ഒന്ന് പേടിച്ച് പോകുന്നുണ്ട്. എന്നാൽ ആക്ച്വലി താക്കോൽ എടുക്കാൻ പോവാണെന്ന് അറിഞ്ഞിട്ടല്ല അയാൾ പിടിച്ചത്. അടുത്ത് തുപ്പിനെ കാണിക്കുമ്പോൾ തുപ്പിപ്പോൾ പുറത്ത് ആ ഒരു ജമ്പിൻ്റെ കാറ് കിടക്കുന്നതിൻ്റെ അവിടെ സിങ്ങും മെക്കൊക്കെ തിരിച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഒരു മൈക്രോഫോൺ വഴി സിങ്ങിനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ സിഗ്നലിൻ്റെ പ്രശ്നം കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ആ സമയം മെക്ക് ഏതൊക്കെയോ ഏരിയ അന്വേഷിച്ചിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ട്. മെക്കിനോട് കാര്യം പറയുമ്പോൾ അവൻ്റെ മൈക്രോഫോൺ വഴി സിങ്ങിനോട് സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ സിഗ്നൽ ഭയങ്കര പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ സംസാരിക്കാനേ പറ്റുന്നില്ല. മെക്കപ്പ് നീ ടെൻഷൻ ആവണ്ട, അവരിപ്പോൾ വരുമെന്ന് തന്നെ പറയുന്നുണ്ട്. അവരവിടെ തന്നെ നിൽക്കുമ്പോഴത്തേക്ക് ജമ്പിൻ്റെ കാറിൽ നിന്ന് ശാന്തിതാം ഹൗസിലോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഉള്ളവർക്ക് കിട്ടുന്ന ഒരു മന്ത്രമൊക്കെയാണെന്ന് തോന്നുന്നു, എഴുതിയ പോലത്തെ ഒരു പേപ്പർ സംഭവം കിട്ടുന്നുണ്ട്. അത് തുപ്പ് കണ്ടിട്ട് ഇത് ശാന്തിതാം ഹൗസിൽ നിന്ന് കിട്ടുന്നതല്ലേ എന്ന് മെക്കിനോട് പറയുന്നുണ്ട്. വീണ്ടും സിങ്ങിനെ കാണിക്കുമ്പോൾ അവനവൻ്റെ അനിയത്തീനെ ഇങ്ങനെ കണ്ടിട്ട് അവളെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതാണ്. ആ ടൈമിൽ അവൻ്റെ അനിയത്തി അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. അവനുടനെ തന്നെ അവൻ്റെ അനിയത്തിനെ നോക്കിയിട്ട് ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. നീ എവിടെ പോയിരുന്നതാ, നീ എൻ്റെ അടുത്ത് ക്ഷമിക്കണം, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവൾ മരിച്ചു പോയതിൻ്റെ ആ ഒരു കുറ്റബോധ്യം അവൻ പറയുന്നുണ്ട്. അവളാ ടൈമിൽ നീ എന്നെ വിശ്വസിച്ചില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ മരിച്ചു പോയെന്നൊക്കെ അവനോട് തിരിച്ച് പറയുന്നുണ്ട്. ആ ടൈമിൽ നടന്ന ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അവനിങ്ങനെ ഫ്ലാഷ് ബാക്ക് പോലെ ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതേ ടൈമിന് തുപ്പിനെ കാണിക്കുകയാണെങ്കിൽ തുപ്പും എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് നേരെ ഒരു ബിൽഡിങ്ങിൻ്റെ നേർക്ക് നോക്കുന്നുണ്ട്. മെക്കിനോട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ഒരു ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ വീണ്ടും കാണിക്കുമ്പോൾ ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയിട്ട് അവൻ തിരിയുമ്പോഴത്തേക്കും അവൻ്റെ അനിയത്തിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ എഴുന്നേറ്റ് വീണ്ടും നടക്കാനേ തുടങ്ങുന്നുണ്ട്. അടുത്ത് സേയിനെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഐസൂണിൻ്റെ കയ്യിൽ നിന്ന് ഇവരെ താക്കോൽ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരും കാണാതെ ഇവൻ നേരെ ആ ഒരു കോൾഡ് റൂമുള്ള സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവിടെയുള്ള 2 ലോക്കും അതിലുള്ള താക്കോൽ ഉപയോഗിച്ച് തുറക്കാൻ പറ്റുന്നുണ്ടോ നോക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് ഇങ്ങനെ കയറുകയാണ്. വീണ്ടും അടുത്ത് സിങ്ങിനെ കാണിക്കുമ്പോൾ സിങ് നേരെ അവൻ്റെ അനിയത്തി എങ്ങോട്ടായിരിക്കും പോയെന്നുള്ള രീതിയിൽ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ ഫുൾ വലിയൊരു നദിയായിരുന്നു. അവിടെ അവൻ്റെ അനിയത്തിൻ്റെ ബോഡി ഇങ്ങനെ മുങ്ങി കിടക്കുന്നതായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് പേടിച്ച് ഓടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവളുടെ ബോഡി ഇങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷേ അവൻ നോക്കുമ്പോൾ അത് അവൻ്റെ അനിയത്തി ആയിരുന്നില്ല, പകരം ഒരു പ്രേതമായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഉടനെ തന്നെ ആ ഒരു ബോഡി അവിടെ നിന്ന് വാങ്ങി പോകുന്നുണ്ട്. തുപ്പ ആ ടൈമിൽ കറക്റ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സിങ്ങിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് നീ ഓക്കെ അല്ലേ സിങ്, ഞാനിവിടെ ഉണ്ട്, കാം ഡൗൺ ആവുന്നൊക്കെ പറഞ്ഞിട്ട് അവനൊന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ സിങ്ങിൻ്റെ മുറിവിൽ ആ ഒരു കാലിലെല്ലാം തന്നെ മരുന്ന് വയ്ക്കുന്നുണ്ട്. തുപ്പ എന്നിട്ട് അല്ല എന്താ ശരിക്കും സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ അനിയത്തീനെ കണ്ടു, അവളെ ഫോളോ ചെയ്ത് പോയതാണ്, എന്നാൽ അവിടെ കിടന്ന ഡെഡ് ബോഡി അതെൻ്റെ അനിയത്തീരെ അല്ല, വേറെ ഏതൊരു പ്രേതമായിട്ടുള്ളൊരു കുട്ടിയുടെ ആണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ആ ടൈമിന് തുപ്പ് ഒരു പക്ഷേ നിന്നെ വഴി തെറ്റിക്കാനായിട്ട് അവർ മനഃപൂർവ്വം ചെയ്ത പരിപാടിയായിരിക്കും, നീ വീക്കായാലേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അവർ ചെയ്തൊരു പരിപാടിയാണെന്ന് പറയുന്നുണ്ട് സിംഗപ്പൂ. പക്ഷേ എൻ്റെ അനിയത്തീനെ വെച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു, ഞാൻ കാരണമാണ് അവൾ മരിച്ചു പോയത് തന്നെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് തുപ്പ് നിനക്ക് ഇപ്പോഴും ഒരു കുറ്റബോധം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു, നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയും, നിൻ്റെ ഒരു കുറ്റബോധം എല്ലാം തന്നെ മാറട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യമെല്ലാം തന്നെ അവൻ്റെ ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അവൻ്റെ അനിയത്തിയാണെങ്കിൽ എപ്പോഴും കുഞ്ഞായിരിക്കുമ്പോൾ പ്രേതത്തിനെ കാണാറുണ്ട് എന്നൊക്കെ സംസാരിക്കാറുണ്ട്. അവൻ്റെ അമ്മയാണെങ്കിൽ ഓരോ സന്യാസിയുടെ അടുത്ത് കൊണ്ട് അത് മാറ്റാനായിട്ട് നോക്കും. എന്നാൽ അവൻ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സൈക്കാട്രിസ്റ്റിനെയും കാണിക്കുക എന്നാലേ ഓക്കെ ആവുള്ളൂ എന്നൊക്കെ അവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹോംവർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവൻ്റെ അനിയത്തി കളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അവൾ പോകുന്ന കാണുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഫസ്റ്റ് വന്ന് ഹോംവർക്ക് ചെയ്യാനായിട്ട് അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അവൾ തിരിച്ചു കയറാനേ തുടങ്ങുകയാണ്. എന്നാൽ ആ ടൈമിലാണ് മറ്റൊരു പെൺകുട്ടി എൻ്റെ കൂടെ വന്ന് കളിക്കുമെന്നും പറഞ്ഞിട്ട് അവളോട് സംസാരിക്കുന്നത്. അങ്ങനെ അവൾ ആ ഒരു കുട്ടിയുടെ പുറകെ പോകുന്നുണ്ട്. സിംഗ് നോക്കുമ്പോൾ അവൻ്റെ അനിയത്തിനെ അവിടെ കാണുന്നില്ല. സോ അവൾ കളിക്കാൻ പോയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ അവൻ നിൽക്കുന്നുണ്ട്. ഇതേസമയം അവൻ്റെ അനിയത്തിനെ വിളിച്ച ഒരു പെൺകുട്ടി അതിനെ കണ്ടിട്ട് അതൊരു പ്രേതമാണെന്നാണ് തോന്നുന്നത്. ആ ഒരു പെൺകുട്ടിയുടെ കൂടെ തന്നെ ഇവൻ്റെ അനിയത്തി പോകുന്നുണ്ട്. നേരെ പോകുന്നത് വലിയൊരു നദിയിലേക്കാണ്. അവിടെ ഇവൻ്റെ അനിയത്തി ഇറങ്ങി പോകുന്നുണ്ട്. ആ ഒരു വെള്ളത്തിൽ മുങ്ങി അവൾ മരിക്കുന്നുമുണ്ട്. റസനിലേക്ക് വരുമ്പോൾ സിംഗ് പറയുന്നുണ്ട് അവൾക്ക് പ്രേതത്തിനെ കാണാൻ പറ്റുമെന്ന് അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അന്നേ വിശ്വസിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു, ഞാൻ അവളെ രക്ഷിച്ചേനെ. പക്ഷേ ഞാനാണെങ്കിൽ ഒന്നും വിശ്വസിച്ചില്ല, ഞാൻ ഒരാൾ കാരണം ഇത്രയും സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും തുപ്പാണെങ്കിൽ നീ ഇങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്, നിൻ്റെ അനിയത്തിക്ക് നീ വിഷമിക്കുന്ന കാണാൻ തീരെ താല്പര്യം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് തന്നെ നീ ആണെങ്കിൽ സങ്കടപ്പെടാതിരിക്കും. പിന്നെ ഒരാൾക്ക് താൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടിക്കഴിയുക പിന്നെ അതിനേക്കാളും വലിയൊരു കാര്യം അയാൾ വേറെ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നീ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിന് സിംഗ് ആണെങ്കിൽ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതിന് താങ്ക്സ് എന്നൊക്കെ തുപ്പിനോട് പറയുന്നുണ്ട്. ഇതേസമയം സെയിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഒരു കോൾഡ് റൂമിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. കയറുമ്പോഴത്തേക്കും ഒരുപാട് ബോക്സും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കുമ്പോഴത്തേക്ക് ഡ്രൈ ഫുഡായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഇത്രയേ ഉള്ളതെന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവിടെ എത്ര അങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. നോക്കുമ്പോൾ അകത്ത് മറ്റൊരു ഏരിയ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് പോകാനായി തുടങ്ങുമ്പോഴത്തേക്ക് കിങ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കിങ് വന്നിട്ട്
നീയാണെങ്കിൽ പോയി ഡറിൻ്റെ കാര്യം നോക്ക്, ഞാനാണെങ്കിൽ ഇവിടെ അന്വേഷിക്കാം, നമുക്കാണെങ്കിൽ നമ്മുടെ സേഫ് ഹൗസിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സേ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും സേ അന്വേഷിക്കാനായിട്ട് ആ ഒരു എൻഡിലുള്ള ആ ഒരു ഏരിയ അതാണെങ്കിൽ കിങ് നോക്കുന്നുണ്ട്. അവിടെ അത്രയും അന്വേഷിക്കുമ്പോഴത്തേക്കും ഒരുപാട് ബോക്സ് ഇരിപ്പുണ്ട്. അതിൽ ഏതൊരു ബോക്സ് ചെറുതായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോലെ അവന് തോന്നുന്നുണ്ട്. അങ്ങനെ ഡൗട്ട് വന്നിട്ട് ചെന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ബോംബ് കൊന്ന ആ ഒരു അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള സോങ്ങിൻ്റെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ ഇങ്ങനെ കണ്ടിട്ട് ഇവനിങ്ങനെ ഷോക്കായി നിൽക്കുമ്പോഴത്തേക്കും ബോംബും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ബോംബ് പുറകെ വന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ ഇവൻ്റെ കഴുത്തിലേക്ക് വെക്കാനായി തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബോംബിനെ പിടിച്ച് മാറ്റിയിട്ട് ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ കിങ്ങിൻ്റെ ദേഹത്തേക്ക് ആ ഒരു ഇഞ്ചക്ഷൻ കുറച്ചൊക്കെ കയറിയതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ അവൻ്റെ ബോധം പോകാനായി തുടങ്ങുന്നുണ്ട്. അവനാണെങ്കിൽ പതിയെ പതിയെ അടിക്കാനായിട്ട് ശ്രമിച്ചാലും പറ്റാതെ ബോധം കെട്ട് വീഴുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അവൻ്റെ തലയിലിട്ട് അവിടെ കിട്ടിയ സാധനം വെച്ചിട്ട് ബോംബ് കുറേ അടിക്കുന്നുണ്ട്. അങ്ങനെ കിങ്ങിൻ്റെ ബോധം പോയിട്ട് അവൻ അവിടെ വീണ് കഴിയുമ്പോഴത്തേക്കും ബോംബ് കിങ്ങിനെ അവിടെ ചെന്ന് കൊല്ലാനേ പോകുന്നുണ്ട്. എന്നാൽ ബോംബിനറിയാം കിങ്ങാണെങ്കിൽ ജനിച്ചത് ഫ്രൈഡേ ആണെന്ന്. പക്ഷേ ഫ്രൈഡേ ജനിച്ച ഒരാളെ ഓൾറെഡി അവന് കിട്ടിക്കഴിഞ്ഞു. സോ വീണ്ടും ഒരാളെ കൊല്ലേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ കിങ്ങിനെ അവിടെ വെച്ച് കൊല്ലുന്നില്ല. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇടുന്നത് വരെ ബൈ.